ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ സമയം തേടും എന്ന് സൂചന വരുന്നു. സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വൈകുന്നതാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് വിഷ്ണു, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ആ ഉത്തരവിൽ പറഞ്ഞത് മാർച്ച് 31 അതല്ല എങ്കിൽ അതിന് മുൻപോ അന്തിമ റിപ്പോർട്ട് SIT സമർപ്പിക്കുമെന്നാണ്. പക്ഷേ നിലവിൽ SITക്ക് മുമ്പിലുള്ള വെല്ലുവിളി ഈ ജംഷഡ്പൂരിൽ നടത്തിയിട്ടുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ പരിശോധനാ ഫലം അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ വിവരങ്ങൾ SITക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ SIT ഇന്ന് ഈ അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി കുറച്ചുകൂടി സാവകാശം തേടാനുള്ള സാധ്യതയാണുള്ളത്. ഈ കേസിൽ ഏറ്റവും നിർണായകമെന്ന് SITയും ഹൈക്കോടതിയും കരുതുന്നത് ഈ പരിശോധനാ ഫല റിപ്പോർട്ടാണ്. അതുകൊണ്ട് SIT സമയം വേണമെന്ന് ആവശ്യപ്പെട്ടാലും അത് നൽകാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത്. അത് ഇന്ന് SIT അക്കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായി ഹൈക്കോടതിയെ അറിയിക്കും. ഒപ്പം ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തും. മറ്റൊന്ന് കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ഹൈക്കോടതി അതിൽ വിശദമായ അന്വേഷണം നടത്താൻ ദേവസ്വം വിജിലൻസിന് നിർദ്ദേശം നൽകി. ഈ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടി സ്വർണം നൽകിയ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മോഹൻലാൽ, അതോടൊപ്പം സുരേഷ് ഗോപി തുടങ്ങിയ 27 പേരുടെ മൊഴിയാണ് വിജിലൻസ് റെക്കോർഡ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ അതൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഹൈക്കോടതിയിൽ നടക്കാനുണ്ട്. രാവിലെ 10:30 ഹർജി പരിഗണിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൻ്റെ SIT തലവൻ H വെങ്കടേഷും അതോടൊപ്പം തന്നെ S ശശിധരൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരും നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കും. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.